വെൽക്കം ടു ദി വിന്നേഴ്സ് അക്കാഡമി. ഇന്ന് നമ്മൾ ക്ലാസ് എടുക്കുന്നത് ഇംഗ്ലീഷിലെ 5th യൂണിറ്റ് ആയ എക്കോളജി ആൻഡ് എൻവയോൺമെന്റ് എന്ന ലെസനാണ്. ഈ അധ്യായം നമ്മുടെ പുരാതന ഇന്ത്യ ഗ്രന്ഥങ്ങളായ വേദങ്ങളിലെ പരിസ്ഥിതി ജ്ഞാനത്തെ കുറിച്ചാണ്. വേദങ്ങളും പ്രകൃതിയും. പണ്ട് ഇന്ത്യക്കാർ പ്രകൃതിയെ ഒരു വിഭാഗമായി മാത്രമല്ല കണ്ടത്, ദൈവികവും പവിത്രവുമായി കണ്ടു. മനുഷ്യജീവിതവും പ്രകൃതിയും വേർതിരിക്കാനാവാത്തതെന്നാണ് അന്ന് അവർ വിശ്വസിച്ചിരുന്നത്. 2. യജുർവേദം ശാന്തിപാഠം. യജുർവേദത്തിലെ ശാന്തിപാഠം ആകാശം, ഭൂമി, വെള്ളം, സസ്യങ്ങൾ എല്ലാ ജീവജാലങ്ങൾക്കും സമാധാനവും ശാന്തിയും ഉണ്ടാകാൻ പ്രാർത്ഥിക്കുന്നു. പ്രപഞ്ചം മുഴുവൻ ഒരു ഒച്ചക്കെട്ടാണ്. ഒരിടത്ത് സമാധാനം ഇല്ലെങ്കിൽ എല്ലായിടത്തും അത് ബാധിക്കും എന്നാണ് യജുർവേദത്തിൽ പഠിപ്പിക്കുന്നത്. 3. ഋഗ്വേദം പഞ്ചഭൂതങ്ങൾ. ഋഗ്വേദം ഭൂമി, ജലം, അഗ്നി, വായു, ആകാശം എന്നീ 5 ഘട്ടങ്ങളാണ് എല്ലാ ജീവന്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത്. കാടുകളെ സംരക്ഷിക്കാനും നദികളെ കാത്തു സൂക്ഷിക്കാനും ഔഷധ സസ്യങ്ങളെ പരിപാലിക്കാനും ഇത് നമ്മെ ഉപദേശിക്കുന്നു. 4. അഥർവവേദം പൃഥ്വി സൂക്തം. ഇതിൽ ഭൂമിയെ അമ്മയായി സ്തുതിക്കുന്നു. ഭൂമി എല്ലാ ജീവജാലങ്ങളെയും പോറ്റുന്നവളാണ്. അതുകൊണ്ട് ഭൂമിയെ കരുതലോടെയും ആദരവോടും കൂടി ഉപയോഗിക്കണം. പുനരുപയോഗം എന്നീ ആശയങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. എക്കോ സ്പിരിച്വാലിറ്റി. പ്രകൃതിയെ സംരക്ഷിക്കുന്നത് ഒരു കടമ മാത്രമല്ല, ഒരു ആത്മീയ ഉത്തരവാദിത്തമാണ് എന്ന ആശയമാണ് ഇത്. ഇന്നത്തെ പരിസ്ഥിതി പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ പുരാതന ജ്ഞാനം നമ്മെ സഹായിക്കും. മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ഐക്യമാണ് ഈ ലോകത്തിന്റെ നിലനിൽപ്പ് ആവശ്യം എന്ന് വേദങ്ങൾ പഠിപ്പിക്കുന്നു എന്നാണ് ഈ ലെസണിൽ നമുക്ക് പഠിക്കാനുള്ളത്.